നമസ്കാരം, എല്ലാവർക്കും ഫിനാൻഷ്യൽ ലിറ്ററസി സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഡസ്ട്രികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലൊന്ന് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ വാഹനങ്ങൾ വാങ്ങുന്നതിൽ വലിയ തൽപരനാണോ? അല്ല. ഞാനൊരു വാഹനം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ എല്ലാ പ്രാക്ടിക്കാലിറ്റികളെ കുറിച്ചിട്ടും ചിന്തിച്ച് അതിൻ്റെ റിലയബിലിറ്റികളെ കുറിച്ചിട്ടും ചിന്തിച്ച് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും ഈ വാഹനം വാങ്ങുക എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിഷനിൽ ഒരു പ്രയോറിറ്റി ആയിട്ട് എനിക്ക് വരാറില്ല. ഞാൻ എൻ്റെ ആവശ്യങ്ങളെ കരുതിയിട്ടാണ് ഇത് വാങ്ങാറുള്ളത്. ഏതെങ്കിലും കാലത്ത് പണം മിച്ചമായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന വണ്ടികൾ വാങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇന്നേ മുതൽ ഈ വാഹനം ആയി ബന്ധപ്പെട്ട സെർച്ച് കൂടുതലായിട്ട് നടത്തുന്നത്. ഇനി രണ്ടാമതായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഗൃഹനിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാര്യം, ഞാൻ എൻ്റെ വരുമാനത്തിൽ ഒതുങ്ങുന്ന ഒരു വീട് പണിതു, ഞാനതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് വീട് നിർമ്മാണ മേഖലയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും ഈ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ മാർക്കറ്റ് നിലവാരം അറിയാനായിട്ടൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണ്. ഞാനിതിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അതേപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാണുന്നത് ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ മെയ്സൺ വർക്കൊക്കെ ഉണ്ടല്ലോ, അത് പല നാട്ടിലും എങ്ങനെയാണ് അത് കമ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. ഞാനത് പറഞ്ഞു വരുന്നത്, വീട് ഒരു ആവശ്യമാണോ ആളുകൾക്ക് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ടാണ്. ഞാനിപ്പോൾ വീട് പണിയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നത്. ഒരു കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ഒരു വീട് പണിയാം എന്നുള്ളതായിരുന്നു. കാരണം വീട് പണിയുക, അവിടെ താമസിക്കുക സമാധാനമായിട്ട് എന്നതായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മളിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യം. കാരണം നമ്മൾ അത്രയധികം ഓരോ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ പല ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യുന്ന ആളുകളാണ്, പലയിടത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരു വീട് ഇന്ന സ്ഥലത്ത് ഉടനെ പണിയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് ആളുകൾക്കുള്ളത്. പിന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത്, കേരളത്തിലെ ആളുകൾക്ക് ഭവനമൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു സാമ്പത്തിക ശേഷി ആയി വരുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ. അതേപോലെ ലോണുകൾ ആവശ്യത്തിലധികം ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ലോണുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് ചെറിയ ഇൻട്രസ്റ്റ് തൊട്ട് വലിയ ഇൻട്രസ്റ്റ് വരെ ഉണ്ട്. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ എംപ്ലോയിഡ് ആണെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും എല്ലാ ആളുകൾക്കും ലോണും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വീട് നിർമ്മിക്കേണ്ടതുണ്ടോ ഞാനിപ്പോൾ എന്നുള്ളൊരു ചോദ്യമാണ് ആളുകൾക്ക് കൂടുതലായിട്ടുള്ളത്. ഞാനിത് സംസാരിക്കുന്നത്, നിങ്ങൾ ഏത് പ്രായത്തിൽ ഒരു വീട് വെക്കണം, നിങ്ങൾ ഒരു വീട് ഇപ്പോൾ വെക്കേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഏതായാലും വീഡിയോയിലേക്ക് പൂർണ്ണമായി കിടക്കുന്നതിന് മുൻപ്, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ലോണൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ആദിത്യ ബിർള ഹോം ഫിനാൻസിന്റെ ഒരു ലോൺ ഓഫറിനെ പരിചയപ്പെടുത്തുകയാണ്. പ്രകൃതി ആൻഡ് പ്രകൃതി പ്ലസ് എന്ന് പറയുന്ന രണ്ട് സ്കീമുകളാണ്. 5 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ 8.60% പലിശ നിരക്കിൽ ലഭിക്കുന്ന സ്കീമുകളാണ് ആദിത്യ ബിർള ഹോം ഫിനാൻസിന്റെ സ്കീമുകൾ. അതിനോടൊപ്പം മറ്റൊരു പ്രത്യേകതയായിട്ട് പറയേണ്ടത്, നിങ്ങളുടെ പ്രോപ്പർട്ടി വാല്യൂവിന്റെ 90% വരെ നിങ്ങൾക്ക് ലോണായിട്ട് ലഭിക്കാം. അത് 30 വർഷം തിരിച്ചടവ് കാലാവധിയും ആദിത്യ ബിർള ഹോം ഫിനാൻസ് നൽകുന്നുണ്ട്. അല്ല, നിങ്ങൾക്കിപ്പോൾ നിലവിലൊരു ഹോം ലോൺ ഉണ്ട്, ആ ഒരു ബാങ്കിന്റെ ഹോം ലോണ് ഇൻട്രസ്റ്റ് ഇത്തിരി കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു ബാങ്കിന്റെ സേവനങ്ങളിൽ നിങ്ങൾ തൃപ്തരല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു ലോൺ ഇങ്ങടേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷനും ഉണ്ട്. ഏകദേശം 39 മില്യൺ കസ്റ്റമേഴ്സ് ആണ് 1094 ബ്രാഞ്ചുകളിൽ കൂടെ ആദിത്യ ബിർള ഹോം ഫിനാൻസിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. ഈ ഒരു ലോണിനെ കുറിച്ചിട്ട് കൂടുതലായി അറിയാനും ഈ ഒരു ലോൺ അപ്ലൈ ചെയ്യാനും വേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ടോപ്പിക്കിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഏത് ലോൺ എടുത്താലും അതിൻ്റെ തിരിച്ചടവ് കാലാവധി, അതിൻ്റെ തിരിച്ചടവ് തുക, ആകെ മൊത്തം അടയ്ക്കേണ്ടി വരുന്ന തുക, അതിൻ്റെ പലിശ നിരക്ക് എല്ലാം കമ്പയർ ചെയ്തിട്ട് മാത്രം ലോണുകൾ എടുക്കുക. പല ലോൺ ഓഫറുകളുണ്ട്, ഇഷ്ടംപോലെ ലോൺ ഓഫറുകളുണ്ട്. ഇത്തിരി സമയം എടുത്താലും എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടുന്ന ലോണ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു തെരച്ചിൽ സമയം ഒരു നഷ്ടമായിട്ട് കരുതരുത്. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നിട്ട് ഞാൻ പറയുന്നതാണ്. പല ഓഫറുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്ന ചില ബാങ്കുകൾ ഇങ്ങനെ കേൾക്കും, അപ്പോൾ അവിടെയൊക്കെ പലിശ നിരക്ക് കുറവാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ലോണിൻ്റെ പ്രോസസ്സ് അങ്ങോട്ട് തുടങ്ങി ആ പേപ്പർ വർക്ക് തുടങ്ങുന്ന സമയത്തായിരിക്കും മനസ്സിലാവുന്നത് ലോണിലെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചില കളികൾ. നമ്മൾ കേൾക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ആയിരിക്കില്ല പല ലോണുകൾക്കും അകത്തുള്ളത്. അതുകൊണ്ട് വളരെയധികം ചെക്ക് ചെയ്തിട്ട് മാത്രം ഒരു ലോണിലേക്ക്, അത് ഏത് ലോണിലേക്കാണെങ്കിലും പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരു വീട് ഇപ്പോൾ പണിയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ അങ്ങനെ ഒരു വീട് പണിത് അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് പണിയുന്നത് കൊണ്ട് കുഴപ്പമില്ല.
സ്ഥിരമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് റിട്ടയർമെൻറ്റിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത് ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വീട് പണി അതിൻ്റെ ബാധ്യത എടുത്ത് വെക്കേണ്ടതുണ്ടോ? കാരണം ഒരു വീട് പണിയാനായിട്ട് 6 മുതൽ 1 വർഷം വരെയൊക്കെ മതി. റിട്ടയർമെൻറ്റ് ആവുന്ന സമയത്ത് ഒരു വീട് വേണം എന്ന് വെച്ച് ഇന്ന് പണിയേണ്ട ആവശ്യം സത്യത്തിലില്ല. ആളുകൾ പറയും ഈ നിർമ്മാണ നിരക്കൊക്കെ കൂടുകയാണ്, ഇപ്പോൾ പണിത് കഴിഞ്ഞാൽ വലിയ ലാഭമാണ്. പക്ഷേ അങ്ങനെ വലിയ ലാഭം ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ ഏതൊരു കാര്യവും പണിത് കഴിയുമ്പോഴത്തേനും അതിനൊരു ഡിപ്രിസിയേഷൻ ഉണ്ടല്ലോ, ബിൽഡിങ്ങിന് ഒരു ഡിപ്രിസിയേഷൻ ഉണ്ട്. അതിൻ്റെ ഉറപ്പ്, കാര്യങ്ങൾ, ഡിസൈന്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിട്ടയർമെൻറ്റ് ആവുന്ന സമയത്തേക്ക് കുറയും. അപ്പോൾ അതുവരെയുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ട്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഒരു വീട് പണിത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ടാക്സ്, ബാക്കിയുള്ള പരിപാടികൾ നല്ല പൈസയാവും. അപ്പോൾ ആ ഒരു പൈസയും നിങ്ങളിപ്പോൾ പണിയാൻ വെച്ചിരിക്കുന്ന ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് റിട്ടയർമെൻറ്റിന് വേണ്ടി പണിയേണ്ട ആവശ്യമില്ല. റിട്ടയർമെൻറ്റിന് വേണ്ടി ഇനി ഒരു 10-15 വർഷമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പണിയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, റിട്ടയർമെൻറ്റ് ഒരു 3 വർഷത്തിന് ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ പണിയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആ ഒരു സമയത്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ഒരു വീട് വെക്കേണ്ടത്. അല്ല, ഇനിയിപ്പോൾ വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. നാട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ താമസിക്കുന്ന വീട് പഴയതാണ്. അപ്പോൾ ആ ഒരു വീട് പൊളിച്ചിട്ട് ഒരു നല്ല വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്വപ്ന തുല്യമായിട്ടുള്ളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഞങ്ങൾക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ താമസിക്കാം, അവർ നന്നായിട്ട് താമസിച്ചോട്ടെ. അപ്പോൾ അവിടെയും നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ ഒരു വീട്, വലിയൊരു വീട് ഇവിടെ പണിതിട്ട് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അതിനകത്ത് 2 ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീട് ആക്ച്വലി വലിയൊരു ബാധ്യതയാണ്. അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം അവർ നോക്കി നടത്തണം. ആ ഒരു വീട്ടിൽ അവർ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും. വല്ലപ്പോഴും നാട്ടിൽ ചെല്ലുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തുന്ന സമയത്ത് സേവ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി, നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് അടയുകയാണ്. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ളൊരു വീട് എന്ന് പറയുമ്പോൾ ആ ഒരു വീട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് വേണ്ടിയുള്ള വീടിൻ്റെ നമ്മൾ ഏതെങ്കിലും കാലത്ത് താമസിക്കും എന്നുള്ള രീതിയിൽ അച്ഛനും അമ്മയ്ക്കും ചെയ്തു കൊടുക്കുന്നത് ശരിക്കും ഫിനാൻഷ്യലി ഒരു നല്ല ഡിസിഷൻ അല്ല. അബ്രോഡൊക്കെ ഉള്ള ആളുകൾ അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വീടുകൾ ഇഷ്ടം പോലെ ഇവിടെ പൂട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതല്ലാത്ത വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, എന്നെ പോലുള്ള ആൾക്കാർ. നാട്ടിൽ ഒരു വീട് അങ്ങോട്ട് പണിയും, നാട്ടിൽ നിൽക്കില്ല. നമ്മൾ വല്ല എറണാകുളത്തോ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത്. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല. എന്നാലും നാട്ടിലൊരു വീട് പണിയും. ആ ഒരു വീട് പണിതത് ചിലപ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ട 1-2 ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും. ഞാൻ അമ്മയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ വീട് പണിതത്. എന്നിട്ട് ആ ഒരു വീട് പിന്നീട് ആവശ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാരണം കൊടുക്കില്ല. ഞാനത് ഒരിക്കലും കൊടുക്കാനായിട്ട് ഇനി ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് സ്വന്തമായിട്ടൊരു വീട്, അതിൻ്റെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി പ്രശ്നമുണ്ട്. ഞാനതുമായിട്ട് യൂസ്ഡ് ആണ്. കാരണം നമ്മൾ ആഗ്രഹിച്ച് ചെയ്തതാണ്, അതിന് പണം മുടക്കാൻ നമുക്ക് മടിയില്ല, വേറെ എവിടെ മുടക്കാനാണ് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് ഉള്ളിൽ വരുന്നത്. പക്ഷേ ഇതുകൊണ്ട് ശരിക്കും ബുദ്ധിപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അത്ര അഭിപ്രായമില്ല. കാരണം എൻ്റെ വർഷാവർഷമുള്ള സേവിങ്സ് പലപ്പോഴും ഇവിടേക്കാണ് സ്പെൻഡ് ആവുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം 1800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. അത് പണിത സമയത്ത് നമ്മൾ തന്നെ നേരിട്ട് ചെയ്തതുകൊണ്ട് ഏകദേശം ഒരു 33-34 ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയർ അടക്കം ചെയ്യാൻ പറ്റി. ഇത് ചെയ്തതുകൊണ്ട് ആ ഒരു വീടിൻ്റെ എക്സ്പെൻസ് അവിടെ നിൽക്കുന്നുണ്ടോ? ഇതിന് ഏകദേശം കുറച്ച് തുക, എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു തുക ബാധ്യതയുമുണ്ട്. ബാക്കിയൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നീട് എനിക്ക് സേവിങ്സ് ഉണ്ടായിട്ടില്ല. പിന്നീട് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള സേവിങ്സ് ഉണ്ടായില്ല. ചില SIPകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുള്ള സേവിങ്സ് ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ വർഷം ഞാൻ സേവ് ചെയ്ത ഒരു വലിയ തുകയെക്കാളും കൂടുതൽ പണം അതിൻ്റെ ബാക്കി മെയിൻ്റനൻസിന് വേണ്ടി പോയി. വീട് പണിതാൽ മാത്രം പോരല്ലോ, അതിന് കോമ്പൗണ്ട് വാൾ കെട്ടി സംരക്ഷിക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി അപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പ്ലംബിങ്, വയറിങ്, ഇലക്ട്രിക്കൽ പോലെയുള്ള റിപ്പയറുകൾ, വർഷം അടയ്ക്കേണ്ട ടാക്സുകൾ, കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഇമോഷണലി അതിനെ സമീപിക്കുന്ന, അത്തരത്തിൽ പണിയെടുത്ത് പൈസ ചിലവാക്കി ആ ഒരു കഷ്ടപ്പാട് ഓക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാത്തിരുന്നിട്ട് ടൗണിൽ ഒരു വീടോ ഫ്ലാറ്റോ വാങ്ങുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്ന റെൻറ്റ് സേവ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ ഞാൻ വീടിന് ഒരു ചെറിയ ലോൺ അടവുണ്ട്, ഇവിടെ ഫ്ലാറ്റിന് നല്ല റെൻ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരു വലിയ തുകയാണ് ഇവിടെ ഹൗസിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. താമസം എന്ന് പറയുന്ന ഒരു എക്സ്പെൻസിന് വേണ്ടി മാത്രം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് അത് അത്ര ബുദ്ധിപരമായിട്ടുള്ളൊരു ഡിസിഷനാണോ? അല്ല. ആ ഒരു തുകയിൽ എനിക്ക് താമസത്തിനുള്ള റെൻറ്റിനുള്ള പൈസ മാത്രം എടുത്ത് ബാക്കി ഞാൻ ഈ SIPയുടെ കൂടെ ആഡ് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ
എനിക്ക് എപ്പോഴാണോ റിട്ടയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം, ആ ഒരു സമയത്ത് നല്ലൊരു വീടും വെക്കാം, റിട്ടയർമെന്റിന് വേണ്ടിയുള്ള പൈസയും ഉണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ആ ഒരു വൈബ് പിടിക്കാത്ത സാധാരണക്കാരനായിട്ടുള്ള പച്ച മലയാളി ആയതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ ബാധ്യതകളും ലോണടവും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരു സുഖം, വല്ലപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോൾ കിടക്കാനായിട്ട് ഒരു സ്ഥലം, അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് വല്ല സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു ഇമോഷണൽ സംഭവം ഉണ്ട്. ഇപ്പം എന്നെ പോലെ ഒരാൾക്കും ഒക്കെ അത് മാനേജ് ചെയ്യാനായിട്ട് പരിഹരിക്കാൻ എനിക്ക് വേറെ വലിയ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ജോലിയുണ്ട്. പക്ഷെ കൂടുതൽ തൊഴിലില്ലാത്ത ആശ്രിതരുള്ള ഒരു കുടുംബനാഥന് അത്തരത്തിലുള്ളൊരു ഡിസിഷൻ ഗുണകരമായിരിക്കില്ല. അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് വീട്ടിലുള്ള ആളുകളെയും കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവുക, അവിടെ ഒരു വീട് പണിയുക എന്ന കാര്യമല്ല ചെയ്യേണ്ടത്. കുറച്ച് ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മളുടെ ഭക്ഷണം, അതേപോലെ തന്നെ താമസം എന്നീ കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള ലാഭം ഉണ്ടാക്കും. തൊഴിലെടുക്കാത്ത ആശ്രിതരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണ്ടി തൊഴിലെടുക്കും എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. ഇനി രണ്ടാമതായിട്ട്, വീട് എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തെ കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വീട് പണിത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഒരാഗ്രഹത്തെ മാത്രമേ സാക്ഷാത്കരിക്കുന്നുള്ളൂ. നാളെയുള്ള ബാക്കി ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധ്യതയില്ലെങ്കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിനെ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ജോബ് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ലോണൊക്കെ അടയ്ക്കണ്ടേ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം മാറ്റി വയ്ക്കേണ്ടി വരും. ഇടയ്ക്കൊന്നും ബ്രേക്ക് എടുക്കാനായിട്ടുള്ള ആഗ്രഹം മാറ്റി വയ്ക്കേണ്ടി വരും. യാത്ര ചെയ്യാനുള്ള ആഗ്രഹം മാറ്റി വയ്ക്കേണ്ടി വരും. കാരണം ഇതൊരു ബാധ്യതയാണ്. ഇങ്ങനെ നിങ്ങളുടെ ഒത്തിരിയധികം ആഗ്രഹങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ വീട് എന്ന് പറയുന്ന ഒരു കാര്യം തൽക്കാലത്തേക്ക് ഒന്ന് പൗസ് ചെയ്ത് വെക്കേണ്ടതാണ്. നമുക്ക് വേറെ വലിയ കാര്യമായിട്ടുള്ള ബാധ്യത ഒന്നുമില്ല. നമ്മളെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കുടുംബവും കുട്ടിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങി താമസിക്കുക എന്നുള്ള ഒരു കാര്യമാകുന്ന സമയത്ത് മാത്രമാണ് ഈ വീട് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ അബ്രോഡൊക്കെ പോയി, ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പിള്ളേർ അബ്രോഡ് പോകാറുണ്ട്, പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവിടെ സെറ്റിൽ ആവുക എന്നുള്ളതാണ്. അവിടെ ഒരു സെക്യൂർ ആയിട്ടുള്ള ജോബ് ഒപ്പിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ ഏറ്റവും നല്ല ജോബ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പഠിത്തം സ്വായത്തമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലോൺ അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ അതിനെ സാക്രിഫൈസ് ചെയ്തിട്ട് പെട്ടെന്ന് ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് ജോലിയിലേക്ക് കയറി നാട്ടിൽ വീട് പണിയാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു ആവറേജ് രീതിയിലേക്ക് ലൈഫ് ലോങ് തുടരേണ്ടി വരും. അപ്പോൾ അതൊരു നല്ല ഡിസിഷനാണ് എന്ന് ഞാൻ പറയില്ല. അപ്പോൾ അതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ബാക്കിയുള്ള ആഗ്രഹങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതുണ്ടോ? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട്, ഓക്കെ, നിങ്ങൾ വീട് നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചു, ലോൺ എടുക്കാമെന്ന് തീരുമാനിച്ചു. അവിടെ വീണ്ടും ചിന്തിക്കേണ്ട ചില പ്രയോറിറ്റികളുണ്ട്. വീട് തന്നെയാണോ നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലോ നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷമോ വീട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം അങ്ങടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളൊരു ലോൺ എടുക്കുന്ന സമയത്ത് ഇവരെ ശുശ്രൂഷിക്കാനായിട്ടോ ഇവരെ കെയർ ചെയ്യാനായിട്ടോ പറ്റാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? ആരോഗ്യ പരിപാലനമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത സാഹചര്യത്തിലോ നിങ്ങൾ ഒരു വീടെന്ന് പറയുന്ന ഒരു ബാധ്യതയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഇത്തിരി ടഫ് സീൻ ഉണ്ടാക്കും. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിർമ്മാണം പാതി വഴിയിൽ നിലയ്ക്കാനായിട്ടും അവിടെ നിങ്ങൾക്ക് സമാധാനമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാവാനായിട്ടും ഒക്കെ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യമാണ് നമ്മളുടെ പ്രയോറിറ്റി, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെയാണ് നമ്മുടെ പ്രയോറിറ്റി. അതേപോലെ വീട് നിർമ്മിക്കുന്ന സ്ഥലത്തെക്കുറിച്ചിട്ടും ഒരു പഠനം വേണം. പ്രളയ ഭീഷണിയുള്ള അല്ലെങ്കിൽ കുന്നിടിച്ചിൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന സംഗതിയാണ്, നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന സംഗതിയാണ്, നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്ന സംഗതിയാണ്. അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് ഉടനെ തന്നെ എടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ വീട്ടിലേക്കുള്ള വഴി സൗകര്യം, അല്ലെങ്കിൽ തൊട്ടടുത്ത് ഫാക്ടറികളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീട് നിർമ്മാണത്തെക്കാട്ടിലും പ്രയോറിറ്റി എന്ന് പറയുന്നത് നല്ല ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ബുദ്ധിമുട്ടാണ്, നമുക്ക് വാടക വീട്ടിലേക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യം, നമ്മുടെ മുന്നോട്ടേക്കുള്ള ജീവിതം, നമ്മളെ മുഴുവൻ സമ്പത്ത് പണയം വയ്ക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇത്തിരി വെയിറ്റ് ചെയ്ത് ഇരിക്കലായിരിക്കും. അതിനോടൊപ്പം നമ്മൾ എപ്പോഴും പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്. എപ്പോഴും നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എടുക്കാൻ ഫണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഫണ്ടൊക്കെ നിങ്ങൾക്കുണ്ട്. ലോണ് എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കാൻ മാർഗ്ഗമുണ്ട്. ലോണിൻ്റെ ബാക്കി കയ്യിൽ നിന്ന് ഇടാൻ പൈസയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ തുക കൊണ്ടൊന്നും വീട് തീരില്ല, ഒരു ഇത്ര പെർസെൻറ്റേജ് അവർ തരത്തുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾക്കൊക്കെ പൈസയുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ സമീപിക്കുക. അല്ല, നിങ്ങൾ കയ്യിൽ 5 പൈസ പോലും ഇല്ലാതാണ് ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എൻ്റെ വീട് പണിയുന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് തുടങ്ങി, പിന്നീടാണ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് മനസ്സിലായത്.
എന്നും പൈസ ഇങ്ങനെ വേണ്ടി വരും. നമുക്ക് ഈ ലക്ഷങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ലേ എന്ന് തോന്നിപ്പോവും ഈ വീട് പണിയുന്ന സമയത്ത്. ഒരു സാധാരണ വീടാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിലും ലക്ഷങ്ങൾക്കൊന്നും പലപ്പോഴും ഒരു വാല്യൂ ഇല്ല. ഇപ്പം ഒരു വീടിൻ്റെ തറ കെട്ടാൻ വേണ്ടി എത്ര ലോഡ് കല്ല് വേണം? ഇപ്പോൾ ഒരു 5 ലോഡ് കല്ല് മതിയെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ 7-8 രൂപയൊക്കെയാണ്. അപ്പോൾ 40,000 രൂപ വഴിക്ക് അങ്ങ് പോയി. കല്ല് മാത്രമേ വന്നുള്ളൂ. എത്ര ദിവസത്തെ പണിയുണ്ട്? അപ്പോൾ അതിൻ്റെ ലേബർ ചാർജ് എത്രയാണ്? ഇപ്പം കല്ല് കിട്ടുന്ന മേസ്തിരിമാർക്ക് 1,200 രൂപ വെച്ചിട്ടാണ് കൂലി. ഡെയിലി 2 ആളുകളും 2 ഹെൽപ്പേഴ്സ് ഉണ്ടെന്ന് വെക്കുക. 2 ആളുകൾക്ക് 2 ഹെൽപ്പേഴ്സ്, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ 2 ഹെൽപ്പേഴ്സ് വരും കല്ല് പണിക്ക്. അപ്പോൾ ഡെയിലി 5,000 രൂപയോളം നമുക്ക് പണിക്കൂലി തന്നെ പോകും. അപ്പോൾ തന്നെ ഒരു എമൗണ്ട് അങ്ങനെ ആയി. പിന്നെ കുറേ അധികം കിടുതാപ്പ് പരിപാടികളുണ്ട്. ഈ അലങ്കാര പണികൾ, ടൈല്, ഈവൻ മറ്റേ കുഞ്ഞു തറയോട്, മറ്റേ പെയിൻറ്റിങ്, തേപ്പ്, എല്ലാം സ്ക്വയർ ഫീറ്റ് കണക്കാം. സ്ക്വയർ ഫീറ്റിന് 50 രൂപ 60 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഓരോരോ ആൾക്കാരങ്ങനെ വന്നങ്ങനെ പറയുമ്പോഴത്തേന് നമുക്ക് എന്ത് പൈസയാവും? കിച്ചൻ്റെ കുഞ്ഞു കുഞ്ഞു കബോർഡുകൾ, ഇതൊന്നും ഇല്ലാതെ പറ്റില്ല. നമ്മൾ വിചാരിക്കാനൊന്നും വേണ്ടാന്ന്, പക്ഷെ പറ്റില്ല. ഫർണിച്ചർ വേണം, എവിടെയെങ്കിലും ഇരിക്കണ്ടേ, എവിടെയെങ്കിലും കിടക്കണ്ടേ. ഇനിയിപ്പോൾ കട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു ബെഡ് ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഒത്തിരിയധികം ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഗൃഹനിർമ്മാണം എന്ന് പറയുന്നത്. പിന്നെ മലയാളികൾ, നമ്മളടക്കമുള്ള ആളുകൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നമ്മളൊന്നും ആലോചിക്കാതെ എല്ലാത്തിനകത്തേക്ക് ഇറങ്ങി പുറപ്പെടും. ചില ആളുകൾ സക്സസ് ആവും, ചില ആളുകൾ സക്സസ് ആവില്ല. അപ്പം സക്സസ് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് നമുക്ക് എല്ലാ ആളുകളും സക്സസ് ആവും എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, വിവാഹം വീട് നിർമ്മാണമൊക്കെ അങ്ങനെ അങ്ങ് നടന്നോളൂ എന്നുള്ളത്. എല്ലാ ആൾക്കാരുടെയും കാര്യത്തിൽ അങ്ങനെ നടക്കില്ല. പൈസ ഉള്ളവരുടെ കാര്യത്തിൽ നടക്കത്തുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. എത്രയോ വീടുകൾ പാതി വഴിയിൽ പണി നിലച്ച് കിടപ്പുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിലച്ച് കിടക്കുമ്പം ആ ഒരു കാലയളവിൽ അതിൻ്റെ ഉടമയ്ക്കുണ്ടാവുന്ന മാനസിക സംഘർഷം, ആ ഒരു കാലയളവിൽ അടയ്ക്കേണ്ടി വരുന്ന പലിശ, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. ഇതൊക്കെ വാഹനം വാങ്ങുന്നത് പോലെ, നല്ല ഗാഡ്ജറ്റുകൾ വാങ്ങുന്നത് പോലെ ഉള്ള നമ്മളുടെ ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, സെൻസ് ഓഫ് ഓണർഷിപ്പ് ഒക്കെ നൽകുന്ന ഒരു സംഗതിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി അതിങ്ങനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്തൊരു കാര്യം ആസ്വദിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന സമയത്ത്, അതിനുള്ള സമയമാവുന്ന സമയത്ത്, നിങ്ങൾ സ്ഥിരമായിട്ട് കുടുംബമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് വീടൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് താമസിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ മനോഹരമായിട്ട് താമസിക്കുന്ന സമയത്ത്, താമസിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, ലോൺ ഓഫറുകളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞ ആദിത്യ പിള്ള ഹോം ഫിനാൻസിൻ്റെ ഞാൻ മുന്നേ പറഞ്ഞ ഓഫർ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓഫറാണെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ളതിനേക്കാളും മികച്ചതായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പരിഗണിച്ച് നോക്കുക. 5 ലക്ഷം മുതൽ 1.5 കോടി വരെ, 1.5 കോടി വരെ നിങ്ങൾക്ക് ലോണായിട്ട് 2 സ്കീമുകളിൽ കൂടെ ലഭിക്കുന്ന ഒരു സാധ്യതയാണ് പ്രകൃതി ആൻഡ് പ്രകൃതി പ്ലസ് സ്കീമുകൾ. 8.69% പലിശ നിരക്കിലാണ് അവർ അതിൻ്റെ ഒരു ഓഫർ, ഇനീഷ്യൽ ഓഫർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.